അയ്യോ, അബി എന്റെ രാജയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്ന് തോന്നുന്നല്ലോ. എന്റെ രണ്ടാമത്തെ കല്യാണം മുടങ്ങി പോകുന്നാ തോന്നുന്നേ. അബി, അബി വിട്. ചന്ദ്രശേഖർ സാറിന് വിട്. വിടാനാ പറഞ്ഞത്. വിട് അബി. വിടാനല്ലേ പറഞ്ഞത്. ചന്ദ്രശേഖർ സാറ് ചത്തുപോവും. അബി വിട്. അബി, അബി, യോ വിട്. വിട് അബി. നിങ്ങള് ലേഡി സ്റ്റാഫിനോടൊക്കെ മിസ്ബിഹേവ് ചെയ്യുന്നത് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അഖില റിയാക്ട് ചെയ്യില്ലായിരുന്നല്ലോ. അനിയനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ കാർത്തികയോട് എങ്ങനെ പെരുമാറിയാലും ഇവനെന്താ? ഞാൻ ഈ കമ്പനിയുടെ ചെയർമാൻ ആണെന്ന കാര്യം മറക്കണ്ട. ഓൾറെഡി നിന്റെ സെക്യൂരിറ്റി ഭർത്താവിന്റെ ജോലി അവസാനിച്ചു. നിന്നെയും ജോലിയിൽ നിന്ന് പുറത്താക്കി കാർത്തികയെ ഞാൻ മാനേജറായി നിയമിച്ചിട്ടുണ്ട്. ഈ നിമിഷം തന്നെ അഖിലിനെയും ഭാസ്കറിനെയും പുറത്താക്കുകയാണ്. Get out from my office. Out. ശരിയച്ചാ. ആനന്ദ്, അമ്മയുടെ അടുത്ത് നിൽക്കാതെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരെയാ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നേ? അഭിസാറിനെയോ അതോ വസു മാഡത്തിനെയോ? രണ്ടുപേരെയും. എന്തിനാ പിരിച്ചുവിടുന്നേ? ഈ അഭി നിന്നെ അടിച്ചതുപോലെ എന്നെയും അടിച്ചു. എന്റെ കോളറിൽ പിടിച്ചു. അതുകൊണ്ട് അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് ഞാൻ കുടിച്ചോണ്ട് വണ്ടി ഓടിച്ചതിനാ അഭിരാം സാർ എന്നെ അടിച്ചത്. ചെറിയച്ഛനും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അഭിരാം സാർ ചെറിയച്ഛനെ അടിച്ചത്. എന്താ ഇവൻ അഭിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നല്ലോ? വസു മാഡത്തിന് എന്തിനാ പിരിച്ചുവിടുന്നേ? നിനക്കറിയാമല്ലോ, അവരും ഫ്രോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അമ്മ ആശുപത്രി കിടക്കുന്നത്. വസു മാഡം ഫ്രോഡൊന്നും അല്ല. ഇവര് കാരണമൊന്നുമല്ല അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത്. എല്ലാത്തിനും കാരണം ഞാൻ. കാരണങ്ങളും സത്യങ്ങളും ഒക്കെ എല്ലാം ഉടൻ തന്നെ പുറത്തു വരും ആനന്ദ്. നീ ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. അങ്ങനെയല്ല മാഡം, നടന്നത് എന്താന്ന് എല്ലാരും അറിയണം. ചെറിയച്ഛന് ഇത് അറിയാന്നുള്ളൊരു കാര്യമോ? വസു മാഡത്തിനെ ഡിസ്മിസ് ചെയ്ത് കാർത്തികയെ മാനേജർ ആക്കിയതിൽ ഒരു അർത്ഥമില്ല. എത്രയും വേഗം കാർത്തികയെ പഴയ പോസ്റ്റിലേക്ക് ആക്കിയിട്ട് വസു മാഡത്തിനെ പഴയതുപോലെ മാനേജർ ആക്കുന്നതായിരിക്കും നല്ലത്. നിനക്ക് ചില കാര്യങ്ങൾ അറിയില്ല ആനന്ദ്. ഈ വസുവും അഭിയും നീ വിചാരിക്കുന്നത് പോലെ നല്ലവരല്ല. അവരൊരു വലിയ ഗ്യാങ്ങ, ഫ്രോഡുകൾ. എന്നെ സംസാരിക്കാൻ വിടൂ ആനന്ദ്. അമ്മയെ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് ഈ വസു നമ്മുടെ ഓഫീസിലെ മാനേജരായി. അമ്മയ്ക്ക് കിഡ്നി കൊടുത്തു എന്ന് പറഞ്ഞ് ഈ അഭിറാം സെക്യൂരിറ്റിയായി. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാ. ആ കാര്യം എല്ലാവർക്കും അറിയാലോ. നിൽക്കൂ ആനന്ദ്, ഇനിയുമുണ്ട്. ആ തോട്ടക്കാരൻ ഭാസ്കറും ഈ അഖിലും വേറെ ആരുമല്ല. അഭിറാമിന്റെ ചേട്ടനും അനിയനുമാ. ഈ വസുവിന്റെ ചേട്ടനും അനിയനുമാണ്. അതുമാത്രമല്ല, ഇവര് ഈ സുമംഗലി ആ മൂന്ന് സഹോദരങ്ങളുടെയും സ്വന്തം ഇളയമ്മ. എന്നെയും ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർത്തോ രാജ? നിങ്ങൾക്ക് എന്ത് ദ്രോഹം ഞാൻ ചെയ്തേ? ഫാമിലി മുഴുവനും ചേർന്ന് പരസ്പരം ബന്ധമില്ലാത്തതുപോലെ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് നമ്മുടെ കമ്പനിയിൽ ചേർന്നിരിക്കുന്നത്. ഒരു വലിയ ചതിയാണ് നടന്നിരിക്കുന്നത്. കള്ളവും ചതിയും ചെയ്യുന്ന കുടുംബം അല്ല ഞങ്ങളുടേത്. ജോലി ചെയ്യാനാ വന്നേ. ജോലി ചെയ്ത് തന്നെ ഞാൻ ശമ്പളവും കൈപ്പറ്റിയത്. ബന്ധങ്ങള് പറയാതിരുന്നത് സത്യം തന്നെയാ.
അത് ഞങ്ങളുടെ തെറ്റ്. ആ ഒരു തെറ്റിൽ ആരംഭിച്ച് തെറ്റുകളുടെ കൂമ്പാരമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഡാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണ് സംഭവിച്ചത്? ഒരു തെറ്റെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല ചെറിയച്ച. എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നതല്ലേ. ഇവരെ പിരിച്ചുവിടുന്നത് വലിയ തെറ്റാണ്. അങ്ങനെയല്ല ആനന്ദ്. മാത്രമല്ല അമ്മ ഹോസ്പിറ്റലിലാണ്. അമ്മയില്ലാതെ എങ്ങനെയാ ചെറിയച്ചന് തീരുമാനം എടുക്കാൻ പറ്റുന്നത്? തീരുമാനം എന്തായാലും അത് അമ്മ വന്നിട്ട് എടുക്കാൻ പറ്റൂ. ചെറിയച്ചൻ ആരെയും പിരിച്ചുവിടാൻ പാടില്ല. ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേൾക്കൂ ആനന്ദ്. സോറി ചെറിയച്ച, ഈ കമ്പനിയുടെ ചെയർമാൻ അമ്മയാണ്. സഹോദരനായ നിങ്ങളായാലും സ്വന്തം മകനായ ഞാനായാലും ഈ കമ്പനിയുടെ കാര്യത്തിൽ ഒരു റൈറ്റ്സും നമുക്കില്ല, ഒരു അധികാരവും നമുക്കില്ല. അമ്മ അറിയാതെ ഇനി ചെറിയച്ചൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. എടാ ആനന്ദേ, എന്റെ ചേട്ടന്റെ മരണശേഷം നീ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പണം തന്നിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ നോക്കി വളർത്തിയ എന്നെ നീ മറന്നിട്ട് ഇന്നലെ വന്ന അഭിക്കും വസുവിനും നീ സപ്പോർട്ട് ചെയ്യുന്നു. നിന്നെ അണ്ടർഗ്രൗണ്ടിൽ വെച്ച് തന്നെ കൊല്ലണമായിരുന്നു. തെറ്റെന്റേതാ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആനന്ദ് ആരെയും പോസ്റ്റിൽ നിന്നും മാറ്റരുതെന്നല്ലേ പറഞ്ഞിട്ട് പോയത്? വസുവേട്ടത്തി ഇനി വീണ്ടും മാനേജർ ആവോ? അപ്പൊ എന്റെ മാനേജർ പോസ്റ്റ് പോയല്ലോ. എന്നെ ഈ കള്ളന്മാരുടെ കൂടെ ചേർത്ത് രാജ തെറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ടാ രാജയ്ക്ക് ഇത്രയും അപമാനം ഉണ്ടായത്. സാർ, എന്റെ ചെറിയച്ചൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് സോറി പറയാം. അഖിൽ സാറും ഭാസ്കർ സാറും നിങ്ങളുടെ ബന്ധുക്കളായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ലവരാ, വളരെ നല്ല ഫാമിലിയാ. ഒരാൾക്ക് മറ്റൊരാൾ തുണയാവുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ നിന്റെ ചിറ്റപ്പനെ സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങളുടെ കൂടെ നിന്നതിന് ഞങ്ങളെ നിന്നോട് താങ്ക്സ് പറയണ്ടേ? നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത സഹായം വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തതൊക്കെ വളരെ ചെറിയ കാര്യമാണ് മാഡം. എല്ലാരും നിങ്ങളെ ഫ്രോഡെന്നാ വിചാരിക്കുന്നത്. സത്യം എന്താണെന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. എന്നെ എന്തിനാ തടഞ്ഞത്? ദാമോദരനെ കിട്ടുന്നത് വരെ ഈ കാര്യം സീക്രട്ടായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് സത്യം പുറത്തു വന്നാൽ പോലീസ് നിന്നെയാവും അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ വസുന്ധര മാഡത്തിനെ എല്ലാരും കുറ്റവാളിയായി കാണുന്നില്ലേ? സാരമില്ല ആനന്ദ്. മാഡം കണ്ണു തുറന്നാൽ ഉടനെ നിങ്ങളൊക്കെ അടുത്തുണ്ടായിരിക്കണം. ആഫ്റ്റർ ഓൾ നീ ആരാ? നിന്റെ ജോലി എന്താ? നിന്നോട് മിസ്ബിഹേവ് ചെയ്തത് ആരാ? അഖിലാണോ ചന്ദ്രശേഖരാണോ? ചന്ദ്രശേഖരൻ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാർത്തിക, നീ എന്താടി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നോട് നിനക്ക് അല്പമെങ്കിലും റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? എന്തു പറ്റി അഖിൽ? എന്തിനാ കാർത്തിക വഴക്ക് പറയുന്നേ? ഇവക്കിപ്പോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കടുത്തി. പുതിയ പോസ്റ്റ് കിട്ടിയ തലക്കനവാ. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. ഓഫീസിലെ കാര്യമൊക്കെ വീട്ടിലെന്തിനാ? ഇല്ല ഏട്ടാ,
ഇന്ന് ഓഫീസിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ ചന്ദ്രശേഖരന്റെ മുഖത്ത് അടിച്ചപ്പോ ഇവള് നോക്കി നിൽക്കായിരുന്നു. ഒരക്ഷരം മിണ്ടിട്ടില്ല ഇവള്. ഒരു പ്രതിമ പോലെ നോക്കി നിൽക്കായിരുന്നു. ഓഫീസിൽ നമ്മുടെ റിലേഷനെ പറ്റി പുറത്ത് പറയാൻ പാടില്ല, അതുകൊണ്ടാ സൈലന്റ് ആയിട്ടിരുന്നേ. നീ അങ്ങനെ ഒന്നും മറക്കാൻ നോക്കണ്ട. സത്യം മിണ്ടിയ നിന്റെ മാനേജർ പോസ്റ്റ് പോവും, അതല്ലേ കാര്യം. അത് തന്നെ. ഓൾറെഡി വസുവേട്ടത്തിയെ ആ പോസ്റ്റിൽ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ. ഏടത്തി ആ പോസ്റ്റ് എന്ന് പറഞ്ഞു വിട്ടപ്പോ എന്താടി ഭൂകമ്പം ഉണ്ടായോ? ഏടത്തി ധൈര്യമായിട്ട് ഇവിടെ നിൽക്കല്ലേ. അന്ന് ഏട്ടൻ ഏടത്തിയെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തു. നീ എനിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തില്ലല്ലോടി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചുമ്മാ നുണ പറയാൻ നോക്കണ്ട. നീ മനഃപൂർവ്വം തന്നെ സൈലന്റ് ആയിട്ട് അവിടെ നിന്നത്. എന്നെക്കാളും നിനക്ക് ആ പോസ്റ്റ് അല്ലടി വലുത്. പിന്നെ കിട്ടിയ അവസരം ഞാൻ തന്നെയല്ലേ ഉപയോഗപ്പെടുത്തേണ്ടത്. ആ നമുക്ക് പണത്തിന്റെ ആവശ്യമില്ലേ? ജോലി ചെയ്താലല്ലേ പണം ഉണ്ടാക്കാൻ പറ്റൂ. കൊന്നുകളയും നിന്നെ. ഒരു അവസരവാദിയെ പോലെ നീ സംസാരിക്കുന്നത്. നീ നിന്റെ ആത്മാഭിമാനം പണയം വച്ചിട്ടാ എന്നെയും കൂടി ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത്. ആ വൃത്തികെട്ട അലവലാതി എന്റെ മുഖത്തടിച്ചപ്പോ ഒരു ഉറുമ്പ് കടിച്ച വേദന പോലെ ഉണ്ടായില്ലല്ലേടി. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി എന്താ? സോറി എടുത്തി. ഓഫീസിൽ വെച്ച് എനിക്കുണ്ടായ അപമാനത്തിന് എവിടെ നിന്ന് ഓടിപ്പിടിച്ചു വന്ന നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചത്. അടുത്തുണ്ടായിരുന്നിട്ട് ഇവിടെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ അഖിലേ? ലിവ് ഇറ്റ്. സോറി ഏട്ടാ, ഇതത്ര ഈസി ആയിട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇവൾ ആ മാനേജർ പോസ്റ്റ് വേണ്ടെന്ന് വെക്കണം. കാർത്തിക ജോലി കളഞ്ഞ ആ മാനേജർ പോസ്റ്റ് എനിക്ക് തന്നെ കിട്ടും. ആ ചെറ്റ് കൊടുത്ത പ്രൊമോഷൻ ഇവൾക്ക് വേണ്ട ഏട്ടാ. എനിക്ക് വേണോ അഖിൽ? എന്റെ വർക്ക് കണ്ടിട്ടാ എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. എന്നെ കൊണ്ട് ആ പോസ്റ്റ് കളയാൻ പറ്റില്ല. കൂടുതൽ കിടന്ന് കുറച്ചാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് മാറ്റും. നിന്റെ വർക്ക് കണ്ടിട്ടാണല്ലേ നീ എന്ത് മല മറിച്ചു? അത് പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ടുണ്ട്. കമ്പനി നടത്തിയ ഓരോ ഈവന്റ്സിലും എന്റെ ഡിസൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മണ്ണാം കട്ടയുമില്ല. വസു എടുത്ത് വരച്ച ഡിസൈൻസാ എല്ലാ ഈവന്റ്സിനും ഉപയോഗിക്കുന്നത്. നീ വരച്ചതൊക്കെ ചവച്ചു കൂട്ടി കിടപ്പുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് പ്രൊമോഷൻ തന്നത്? നീ പറയുന്ന കേക്ക്. ആ പന്ന അലവലാതിയില്ലേ അയാളെ നിന്നെ കൊണ്ട്. അത് നീ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. മര്യാദക്ക് ആ ജോലി വിട്ടേക്കടേ. സോറി, എന്റെ കയ്യിൽ തെറ്റൊന്നും ഇല്ലാത്തപ്പോ ഞാൻ എന്തിനു ജോലി വിടണം? അഖിൽ ഇത്രയും നിർബന്ധിച്ച് പറയുന്നതല്ലേ ആ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി. അതെ മോളെ, ഒരാവശ്യമില്ലാതെ ആ കാര്യമൊക്കെ പറഞ്ഞ നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നേ? ആ ജോലി റിസൈൻ ചെയ്തേക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഞാൻ മുന്നേറുന്നത് ഇഷ്ടമല്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയാണ്. ഞാൻ മാനേജർ ആയത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ അസൂയ പിടിച്ചവരാ. ബുദ്ധിയില്ലാത്ത കഴുതകള്. എടി കാർത്തികേ. എടാ അഖിൽ, അഖിൽ അഖിൽ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? വീണ്ടും വീണ്ടും എന്തിനാ കാർത്തിക അടിക്കാൻ നീ ശ്രമിക്കുന്നത്? കൈ താഴെയിട്. അഖിൽ, പെൺകുട്ടികൾ എന്തിനാ കയ്യോങ്ങരുത്? ഞാൻ പറഞ്ഞ കേൾക്കാതിരുന്ന പിന്നെ എന്ത് ചെയ്യുവേട്ടാ? സത്യം എന്താണെന്ന് വിളിച്ചു കൂവിയിട്ടും മനസ്സിലാക്കാത്ത കഴുതിയായ ഇവള്. അതെന്തെങ്കിലും ആയിക്കോട്ടെ,
നീ കാർത്തികയുടെ നേരെ കൈ ഒങ്ങാൻ പാടില്ല. ജന്മം തന്ന അമ്മയെ ഒരിക്കലും എതിർത്ത് സംസാരിക്കരുത്. അതുപോലെ തന്നെ ഭാര്യയെ ഒരു കാരണവശാലും തല്ലാനും പാടില്ല. അത് വലിയ തെറ്റാണെങ്കിൽ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞിരിക്കും ഏട്ടാ. സ്റ്റോപ്പ് ഇറ്റ് അഖിൽ. നിന്റെ ഭാര്യയെ പട്ടിയോട് ഉപമിച്ച് വെറുതെ നീ തരം താഴരുത്. കാർത്തികേയനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചുമ്മാതിരിക്കില്ല. ഇനി ഒരിക്കലും ഓഫീസിലെ പ്രശ്നങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. നടന്നതൊക്കെ അപ്പോഴേ മറന്നു കളയണം. കാർത്തിക ഇങ്ങനെ വേദനിപ്പിക്കാതെ അഖിൽ. കാർത്തിക, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. അഖിൽ, കാർത്തികയെ ഇനി ഹേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ചെല്, നീയും പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാർത്തിക് ഒരിക്കലും അവളുടെ മാനേജർ സീറ്റ് കളയാൻ പോകുന്നുമില്ല. അഖിലാണെങ്കിൽ ഈ പ്രശ്നം വലുതാക്കുകയും ചെയ്യും. അതവരുടെ തലയിലെടുത്ത്. എന്തിനാ പ്രശ്നം വലുതാക്കുന്നേ? നീ തെറ്റ് ചെയ്തിട്ട് അവനെ കുറ്റപ്പെടുത്തുന്നു. തെറ്റ് ചെയ്തത് ഞാനല്ല, അഖിലാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലി അപമാനിച്ചു. കുട്ടിക്കാലത്ത് പോലും എന്റെ മോം എന്നെ തല്ലിയിട്ടില്ല. നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പോവും. എവിടെയാ പോവാൻ പോണേ? എന്റെ മോമിന്റെ അടുത്തേക്ക്. അവിടെ പോയിട്ട് നീ എന്ത് ചെയ്യും? അഖിലിന് ബുദ്ധി വരുന്നതുവരെ ഞാൻ അവിടെ തന്നെ താമസിക്കും. അഖിൽ അവിടെ വന്ന് കാലിൽ വീണ് സോറി പറഞ്ഞാലേ ഞാൻ തിരിച്ചു വരൂ. പകൽ സ്വപ്നം കാണണ്ട. നീ അങ്ങോട്ട് പോയാ അഖില് പുറകെ വാലു ആട്ടിക്കൊണ്ട് വരുമെന്നാണോ നീ വിചാരിക്കുന്നേ? വരാതെ പിന്നെ എവിടെ പോവും? ചത്താലും വരില്ലടി. അവനാണാ. നീ ഇല്ലെങ്കിൽ വേറൊരുത്തിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. അവനെന്തിന് നിന്റെ കാലിൽ വന്ന് വീഴണം? എന്നെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തിയെ എങ്ങനെ കല്യാണം കഴിക്കും? നീ അവനെയും കളഞ്ഞിട്ട് പോകുന്നത് കൊണ്ട്. തല്ലിയ പോകില്ലേ? കുടുംബത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ സാധാരണയാ. ചെറിയ വഴക്കിനൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്താലോ? വഴക്കുണ്ടാക്കിയത് അഖിലാണ്, ഞാനല്ല. ഇതാ നോക്ക്, മുട്ട പോയിട്ട് ചീനച്ചട്ടി വീണാലും ചീനച്ചട്ടി പോയി മുട്ടയിൽ വീണാലും പൊട്ടുന്നത് മുട്ടയാ, കിട്ടുന്നതോ ഓംലെറ്റും. നിങ്ങളുടെ ഉദാഹരണം വളരെ ബോറായിട്ടുണ്ട്. പക്ഷെ നിന്റെ സിറ്റുവേഷൻ സിങ്ക് ആവുന്നില്ലേ? ഇപ്പൊ നിനക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഭർത്താവിനെ കളഞ്ഞിട്ട് പോയാലേ അവസാനം നിന്റെ ജീവിതം വട്ടപൂജയായിരിക്കും. അനുഭവം കൊണ്ട് പറയുന്നതാ. ഒരു സ്ത്രീക്ക് തുണയായിട്ടുള്ളത് ജോലിയല്ല, അവളുടെ ഭർത്താവാ. ഞാൻ പറയുന്ന കേൾക്ക്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി പറയുന്നേ? പോയി അഖിലിനോട് മാപ്പ് ചോദിക്കും. എന്നെ തല്ലി തെറ്റ് ചെയ്തത് അഖിലാണ്, ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? അഖിലില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? പറയുമോളെ, രണ്ടുപേരും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്. പിരിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നീ അവനോട് മാപ്പ് ചോദിക്ക്. അതേ വഴിയുള്ളൂ. ചെല്ലു മോളെ, സമയം കളയല്ലേ. പോ. എന്താ വസുന്ധരെ, നടന്ന വഴക്കിനെ പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണോ? അതെ ഏട്ടാ, എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചു. കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നമ്മളൊന്ന് വിചാരിക്കുമ്പോ സാഹചര്യം വേറൊന്നായി മാറുകയാണല്ലോ. സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല വസുന്ധര. കറക്റ്റാണ് ഏട്ടാ. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും സിറ്റുവേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഇല്ലാത്ത പോലെ അഖില് കാർത്തികയുടെ മുഖത്ത് വരെ അടിച്ചില്ലേ ഏട്ടാ? അഖില് കാർത്തികയെ അടിച്ചത് തെറ്റ് തന്നെയാണ് വസുന്ധര. ശരിക്കും നോക്കുകയാണെങ്കിൽ അതിലും ഒരു പോസിറ്റിവിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അഖിലിപ്പോ പഴയതുപോലെയല്ല, മെല്ലെ മെല്ലെ മാറി വരെ. അത് നല്ല കാര്യമല്ലേ? അതെ ഏട്ടാ.
ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. അഖിൽ നന്നായി മാറി വരികയായിരുന്നു. നമ്മളെ അവൻ മനസ്സിലാക്കി തുടങ്ങുമായിരുന്നു. പക്ഷെ അഖിലിന്റെ കാർത്തികയുടെ ഇടയിൽ ആ ചന്ദ്രശേഖരൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ചന്ദ്രശേഖരൻ ഇന്നത്തെ എല്ലാ വിഷയത്തിനും കാരണം. ചന്ദ്രശേഖരന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം വസുന്ധര. തെറ്റ് നമ്മുടെ ഭാഗത്തും ഉണ്ട് ഏട്ടാ. അവരുടെയൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞല്ലേ അഖിലും കാർത്തികും ഓഫീസിൽ ജോയിൻ ചെയ്തത്. അതാ ആ ചന്ദ്രശേഖരൻ ഈ വിഷയം അനുകൂലമായി മാറിയത്. ഒരു മണ്ടിയാണെന്ന് മനസ്സിലാക്കി ചന്ദ്രശേഖരൻ അവളെ മുതൽ